ഈ കാര്യം ജനങ്ങൾക്ക് അറിയാൻ അവകാശമില്ല എന്നായിരുന്നു BJP ഗവൺമെൻറ്റിൻ്റെ വാദം. ജനങ്ങൾക്കറിയാൻ അവകാശമുണ്ട് എന്നാണ് സുപ്രീം കോടതി കർശനമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് വിധിച്ചത്. ആരാണ് പണം നൽകിയതെന്നും ആർക്കാണ് പണം ലഭിച്ചതെന്നും ശരിയായ രീതിയിൽ തിരിച്ചറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട് എന്ന നിലപാട് സ്വീകരിച്ചതോടുകൂടി BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ചരിത്രത്തിൽ മേനി പറഞ്ഞു നടന്നിരുന്ന ഇവർക്കെല്ലാം ഞെട്ടിപ്പിക്കുന്ന കഥകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇന്ത്യ കണ്ട സുപ്രധാന അഴിമതികളിലൊന്നായി ഇലക്ട്രൽ ബോണ്ട് മാറി എന്ന കാര്യം കേരളത്തിലെ മാധ്യമങ്ങൾ അത്രത്തോളം ചർച്ച ചെയ്തില്ല എന്ന വിമർശനം കേരളത്തിലുണ്ട് എന്നുള്ളത് എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ അറിയാം. നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നിങ്ങൾ വിചാരിച്ചാലും നടക്കുന്നതല്ല ഈ കാര്യം. കാരണം ഇതിന് പിന്നിൽ വർഗപരമായ രാഷ്ട്രീയമായ കാഴ്ചപ്പാടാണ് ഉള്ളത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ED കേസ് അന്വേഷിക്കുക, അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ കേസ് അന്വേഷിക്കുക. ആ കേസ് അന്വേഷിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അവരെ ഭയപ്പെടുത്തി അവരിൽ നിന്ന് പച്ചയായിട്ട് പണം വാങ്ങുക. ആ പണം വാങ്ങിയിട്ടുള്ളത് മൂടിവെക്കപ്പെടുമെന്നായിരുന്നു BJPയുടെ സത്യത്തിലുള്ള ധാരണ. ഇങ്ങനെ ഒരു കാര്യം പുറത്ത് പറയേണ്ടി വരുമെന്ന് അവർ ധരിച്ചിട്ടേയില്ല. സ്വാഭാവികമായിട്ടും ഈ കാര്യങ്ങളെല്ലാം പുറത്തു വന്നപ്പോൾ മലയാള മനോരമ എന്ന് പറഞ്ഞാൽ മലയാള മനോരമയുടെ പ്രധാനപ്പെട്ട കമ്പനിയാണല്ലോ MRF. അവർ ഈ പറയുന്ന ബോണ്ട് നൽകിയിട്ടുണ്ട്. സാന്റിയാഗോ മാർട്ടിൻ കോൺഗ്രസ് അവരുടെ ഫണ്ട് വാങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോരുത്തരുടെ കയ്യിൽ നിന്നും, നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള നിരവധി ആളുകളുടെ കയ്യിൽ നിന്ന് കോടികൾ പിരിച്ച ബോണ്ടിൻ്റെ വിവരമാണ് പുറത്തു വന്നത്. മറ്റേ ആയിരക്കണക്കിന് കോടിൻ്റെ ഒന്നും ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പ്രളയകാലത്ത് ഓമനക്കുട്ടൻ എന്ന് പറയുന്ന ഒരു പാർട്ടി മെമ്പർ ആലപ്പുഴ 70 ഉറുപ്പിക ഒരു ഓട്ടോറിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് പിരിച്ചു എന്ന് പറഞ്ഞിട്ട് എന്തൊരു ഭൂകമ്പം ഉണ്ടാക്കി ഇവിടെ. മനോരമ ഉൾപ്പെടെ CPIMൻ്റെ പിരിവിനെ സംബന്ധിച്ച് വിശദീകരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഭാഗമായിട്ട് കോടാനുകോടി ഉറുപ്പിക ഏറ്റവും വലിയ കള്ളപ്പണക്കാരിൽ നിന്ന്, ഏറ്റവും വലിയ കുറ്റവാളികളിൽ നിന്ന് നിർലജ്ജം ശേഖരിച്ചിട്ട് അതൊന്നും പുറത്തു വരില്ല എന്ന ധാരണയിലായിരുന്നു ഇവരെല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് 8251 കോടി ഉറുപ്പിക BJPക്ക് കിട്ടിയത്. ഒന്നും കൂടി ഞാൻ പറയാം, 8251 കോടി. 70 ഉറുപ്പിക വാങ്ങിയതിനെ പറ്റിയായിരുന്നു വലിയ തർക്കം. ഓമനക്കുട്ടൻ്റെ 70 ഉറുപ്പിക, അത് എത്രയോ ദിവസം വാർത്തയായിരുന്നു. 8251 കോടി ഉറുപ്പിക BJP വാങ്ങിയതിനെ പറ്റിയും BJP ബലം പ്രയോഗിച്ച് അവരെ ഭീഷണിപ്പെടുത്തി അതിൻ്റെ തുടർച്ചയായിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ചും യാതൊരു തരത്തിലുള്ള വാർത്തയും യഥാർത്ഥത്തിൽ മലയാളത്തിൽ ഉൾപ്പെടെ സജീവമായിട്ട് വന്നില്ല. കോൺഗ്രസ് നല്ല രീതിയിൽ അതിൻ്റെ ഭാഗമായിട്ട് ഫണ്ട് വാങ്ങിയിട്ടുണ്ട്. 1428 കോടി ഉറുപ്പിക 1428 കോടി ഉറുപ്പിക അവരും വാങ്ങിയിട്ടുണ്ട്. അവസാനത്തെ കണക്ക് വന്നപ്പോൾ അത് 1952 എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ആദ്യമായിരുന്നു 1428, അത് 1952. എന്നിട്ടാണ് ഇപ്പോൾ പറയുന്നത് ബസ്സിന് പൈസയില്ലാന്ന്, ടിക്കറ്റ് എടുക്കാൻ പൈസയില്ലാന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ പൈസ എവിടെയാണ് പോയത്? ഈ കിട്ടിയ 1952 കോടി ഉറുപ്പിക കോൺഗ്രസിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള ബോണ്ട് അടിസ്ഥാനത്തിലുള്ള പണം എവിടെ പോയി? BJP ഗവൺമെൻറ് ഉണ്ട് എന്നെങ്കിലും പറയാം, കോൺഗ്രസിന് ഗവൺമെൻറ് ഒന്നുമില്ലല്ലോ. പക്ഷേ പല രീതിയിലുള്ള സഹായത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയ ഫണ്ട് അവർ തന്നെ കൊടുക്കുന്ന നില ഉണ്ടായിട്ടുള്ളത്.
അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസിൻ്റെ തന്നെ പ്രമുഖ വക്താക്കൾ BJPക്ക് 170 കോടി രൂപ ബോണ്ട് കൊടുക്കുന്ന നില ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം വിചിത്രമായ സംഭവമല്ലേ? കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾ ഉൾക്കൊള്ളുന്ന ഒരു കുടുംബത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി BJPക്ക് 170 കോടി രൂപ ബോണ്ടായിട്ട് കൊടുത്തു എന്നുള്ള കാര്യം ഇപ്പോൾ പുറത്തു വന്നല്ലോ. ഞാൻ പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾക്കെല്ലാം അറിയുന്ന പേര് തന്നെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനൊരു വിചിത്രമായ കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞു വെച്ചത്. ഇത്തരത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രമുഖമായ BJP ഉൾപ്പെടെ ഇവരെല്ലാം ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഭാഗമായിട്ട് പണം സ്വരൂപിച്ചപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ച ഒരു പാർട്ടിയാണ് CPIM ഇടതുപക്ഷ പാർട്ടിയും. ഞങ്ങളെ ഫോക്കസ് ചെയ്യേണ്ടി വരുമെന്നുള്ളത് കൊണ്ടാണ് ആ വാർത്ത തന്നെ നിങ്ങളെല്ലാം പരസ്പരം സംസ്കരിക്കുന്നത്. കാരണം ആ ഫണ്ട് വാങ്ങിയില്ല എന്ന് മാത്രമല്ല, അതിനുവേണ്ടി രജിസ്റ്റർ ചെയ്തില്ല എന്ന് മാത്രമല്ല, അതിനെതിരായിട്ട് ഭരണഘടനാപരമായ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്ത ഏക പാർട്ടി CPIM ആണ്. അങ്ങനൊരു വാർത്ത കേരളത്തിൽ വരുന്നത് നിങ്ങൾക്കിഷ്ടമല്ല എന്നുള്ളതുകൊണ്ട് ആ വാർത്ത നിങ്ങൾ ഫലപ്രദമായിട്ട് മുക്കി എന്നുള്ളതാണ് സത്യം. എന്നിട്ട് ചില ആളെല്ലാം പറയുമ്പോൾ ഇപ്പം പറഞ്ഞ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വാങ്ങിയിട്ടുണ്ട് എന്ന് പൊതുസാമാന്യവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ആ പൊതുസാമാന്യവൽക്കരണം വേണ്ട. CPIM ഇതിനെതിരായിരുന്നു, അന്നേ എതിരായിരുന്നു. അതിനെതിരായിട്ട് കേസ് കൊടുക്കുകയും ഒരു നയ പൈസ അതിൻ്റെ ഭാഗമായിട്ട് വാങ്ങാതിരിക്കുകയും ചെയ്ത പാർട്ടി CPIM ആണ്. അത് ഇടതുപക്ഷത്തിൻ്റെ ഇന്നത്തെ ഇന്ത്യയുടെ ആവശ്യകതയാണ് കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്നത്. ജനാധിപത്യത്തെയും ജനങ്ങളെയും കണക്കിലെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ പാർട്ടികൾക്ക് യഥാർത്ഥത്തിൽ ഇത്തരം നിലപാടുകൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കുന്നത് അവരുടെ നിലപാടിൻ്റെ നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് കാണാൻ നമുക്ക് സാധിക്കും. വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളതാണ് കെജ്രിവാളിൻ്റെ അറസ്റ്റ്. ലോക ജനതയും ലോകരാഷ്ട്രങ്ങളും, കെജ്രിവാളിനെ ഞാൻ കോൺഗ്രസിനെയൊന്നുമല്ല ഞാൻ പറയാൻ പോകുന്നത്, ലോകത്തിലെ അമേരിക്ക, സാമ്രാജ്യത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രഭൂമിയാണ് അമേരിക്ക, ജർമ്മനി, ഇത്തരം രാജ്യങ്ങൾ തന്നെ കെജ്രിവാളിനെ പോലെയുള്ളവർക്ക് നേരെ നടക്കുന്ന അറസ്റ്റ് സംബന്ധിച്ച് അതിശക്തിയായ വിമർശനം, പ്രതിഷേധം അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജർമ്മനിയുടെ ആദ്യം വന്നപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് പ്രകോപനപരമായിട്ട് അവർക്കെതിരായിട്ട് ഭീഷണി ഉയർത്തി. അമേരിക്ക കൂടി വന്നപ്പോൾ മൗനായി. ലോക രാഷ്ട്രങ്ങളിൽ വലിയൊരു വിഭാഗം ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധ നിലപാടുകൾക്കെതിരായി സജീവമായി രംഗത്ത് വരുന്നത് ഇന്ത്യക്ക് അപമാനം സൃഷ്ടിക്കുന്ന ഒന്നായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മദ്യവ്യാപാരിയുമായിട്ട് ബന്ധപ്പെട്ട അഴിമതി പറഞ്ഞുകൊണ്ടാണ് ഒരു പ്രമുഖനായിട്ടുള്ള മദ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ശരത് ചന്ദ്ര റെഡ്ഡിയുടെ മൊഴി പറഞ്ഞുകൊണ്ടാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് എത്തിയത് എന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഈ അരവിന്ദ് കെജ്രിവാളിനെ കണ്ടിട്ടില്ല എന്ന കാര്യമാണ് മൊഴിയിലൂടെ വ്യക്തമാക്കിയിരുന്നത് ശരത്ചന്ദ്ര റെഡ്ഡി. പിന്നീട് മാപ്പുസാക്ഷിയാക്കാൻ സമ്മതിച്ചപ്പോഴാണ് 34.5 കോടി രൂപയും അദ്ദേഹത്തിനെതിരായിട്ടുള്ള, അതായത് അരവിന്ദ് കെജ്രിവാളിനെതിരായിട്ടുള്ള മൊഴിയും അവർ വാങ്ങി അദ്ദേഹത്തെ മാപ്പുസാക്ഷിയാക്കിയത്. ഇതാണ് ആ കേസിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. ഒരിക്കലും കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിരുന്ന ശരത്ചന്ദ്ര റെഡ്ഡിയെ മാപ്പുസാക്ഷിയാക്കിയിട്ട് ഈ രീതിയിലുള്ള ഒരു മൊഴി വാങ്ങി അദ്ദേഹത്തെ ഒഴിവാക്കുന്ന നിലയാണ് യഥാർത്ഥത്തിൽ സ്വീകരിച്ചത്. യഥാർത്ഥത്തിൽ കുറ്റവാളിയായി വരുന്നത് അധികാരം ഉപയോഗിച്ച് പണം പിടുങ്ങി കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ മൊഴിയും വാങ്ങും, പണവും വാങ്ങി, എന്നിട്ട് മാപ്പുസാക്ഷിയായിട്ട് ഒഴിവാക്കുകയും ചെയ്തു. ഈ വിഷയത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാടെന്താ?
ഇപ്പോൾ കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഞങ്ങൾ ശക്തിയായിട്ട് നിലപാട് സ്വീകരിക്കുന്നത്. എന്ത് നിലപാടാണ് നിങ്ങളെടുത്തത്? സിസോദിയെ മുമ്പ് അറസ്റ്റ് ചെയ്തു, ഡൽഹി മന്ത്രിയായിരുന്നു. സിസോദിയെ അറസ്റ്റ് ചെയ്തപ്പോൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യമാണ് കോൺഗ്രസ് ഉന്നയിച്ചിരുന്നത്. ഇതൊന്നും ആളുകൾ മറന്നുപോയി എന്ന് ധരിക്കാൻ പാടില്ല കോൺഗ്രസ്.